ഓക്കെ. മോട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് കമ്പനി വന്നിട്ട് ഓട്ടോമാറ്റിക്കായി വർക്കാവുകയും ചെയ്യും, ഓട്ടോമാറ്റിക്കായി ഓഫാവുകയും ചെയ്യും. ആദ്യം നമ്മൾ കൊടുക്കുന്നത് ഈ ഫസ്റ്റ് A2 എന്നുള്ളതിൽ നമ്മൾ ന്യൂട്രൽ കൊടുക്കുന്നു. ന്യൂട്രൽ കൊടുത്ത് ടൈറ്റ് ചെയ്തെടുത്തിട്ട് അതിനനുസരിച്ച് അളവെടുക്കണം. രണ്ടാമത് ന്യൂട്രൽ ആകുമ്പോൾ A1 ഈ 15ക്ക് കോമൺ ആയിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇത് വന്നിട്ട് A2 കൊടുത്തത് ന്യൂട്രും, A1 15 കൊടുത്തതും ഫേസ്. ഇനി നമ്മൾ ഇതിപ്പോൾ സംഘടിപ്പിക്കുകയാണെങ്കിൽ ഒരു ബൾബ് വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. ഉള്ളത് ഫേസ് ന്യൂട്രൽ വന്നിട്ട് A2 ഫേസ് വന്നിട്ട് A1 പിന്നെ ഇവിടുന്ന് 15ക്ക് കോമൺ ആയിട്ട് ചെയ്തിരിക്കണേ. നമ്മളിതൊരു ബൾബ് എടുത്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് ചെക്ക് ചെയ്യുമ്പോൾ ഈ 18 വന്നിട്ട് ഫേസ് 18 അതിൽ വന്നിട്ട് ബൾബിൻ്റെ ഒരു സൈഡ് വയറും കൊടുക്കുക, മറ്റേ സൈഡിൽ വന്നിട്ട് ബൾബിൻ്റെ ഒരു ന്യൂട്രൽ വരുന്ന ന്യൂട്രൽ മെയിനായി വരുന്ന ന്യൂട്രൽ ബൾബിൻ്റെ മറ്റേ സൈഡും കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ടാങ്കിലേക്കുള്ള കണക്ഷൻ. ടാങ്കിലേക്കുള്ള ഈ 3 സാധനങ്ങൾ ഇതിൽ വന്ന് ഈ സാധനങ്ങൾ 3 നമ്മൾ നല്ലോണം ടൈറ്റ് ചെയ്തെടുക്കണം. കൊഴിഞ്ഞാടി പോയാൽ പിന്നെ വെള്ളം കയറില്ല കേട്ടോ. നീളം കൂടിയത് നമ്മൾ ടാങ്കിൻ്റെ അടിഭാഗത്ത്, അതായത് ഈ കോമൺ എന്നുള്ള എഴുതിയിട്ടുള്ളത് അത് ടാങ്കിൻ്റെ അടിഭാഗത്തേക്ക് ഈ കോമണും P1 P2 3 പാടെ ഒരുമിച്ച് കണക്ഷൻ ചെയ്യാം. അടുത്തത് വന്ന് നമ്മൾ ടാങ്കിൻ്റെ നടുവശത്തിനുള്ളതിന് P3 കൊടുക്കണം. അടുത്തതായി നമ്മൾ കൊടുക്കാൻ പോകുന്നത് ടാങ്കിൻ്റെ മുകൾ വശത്തിൽ P4 കൊടുക്കണം കേട്ടോ. ഇനി നമ്മളൊരു ചെറിയൊരു ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ബക്കറ്റിലേക്ക് ഇടുക, വെള്ളത്തിലിറക്കി വെക്കുക. മോട്ടർ ഇപ്പോൾ ഓണാവും. ഇപ്പോൾ വെള്ളത്തിൽ ടാങ്ക് ഇപ്പം നിറഞ്ഞിരിക്കണം. ഇപ്പോൾ ടാങ്കിൽ വെള്ളം കാലിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മോട്ടർ വർക്കാവും. ഇപ്പോൾ ടാങ്കിൽ വെള്ളം കാലിയാണ്. ടാങ്ക് ഫുള്ളാകുമ്പോൾ മോട്ടർ ഓഫാവും. കാലി ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നത് തോന്നുന്നു. ഇല്ലെങ്കിൽ ഇതാ വയർ കണക്ഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മാപ്പിട്ട് വരച്ച് കാണിച്ചു.